എല്ലാവർക്കും സ്വാഗതം. അലീന അങ്ങനെ ബ്രിജിത്ത മാമിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുകയാണ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി മമ്മി, ഇനി എനിക്കിവിടെ നിൽക്കാൻ വയ്യാതായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. മമ്മി ഇവിടം വരെ എനിക്ക് വഴി തെളിച്ച് തന്നിട്ടുള്ളൂ, ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. മമ്മി എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്കിങ്ങനെ എൻ്റെ കൂടപ്പിറപ്പുകളെയും പെറ്റമ്മയും എന്തിനാ കാട്ടി തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ വേദനയുണ്ടായത്, അവർ അകന്നു പോയത്, ഈ കുടുംബം ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുമ്പോൾ മമ്മി ഇങ്ങനെ അലീനയോട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീനയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ മമ്മി പറയുന്നുണ്ടായിരുന്നു, നീ ഇതുവരെ ചെയ്തതെല്ലാം ശരിയായിരുന്നു മോളെ, ചിലർക്ക് ചില തെറ്റുകൾ മനസ്സിലാക്കാനും അത് പൊറുക്കാനും വേണ്ടി കുറച്ച് സമയമെടുക്കും എന്ന് പറയാണ് കേട്ടോ. എല്ലാ തെറ്റും എല്ലാ കാലത്തും മൂടി വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നീ ഇതുവരെ ചെയ്തതെല്ലാം വളരെ ശരിയായിരുന്നു, അങ്ങനെ സമാധാനിക്ക് എന്നൊക്കെ പറയുമ്പോഴും അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അവരെല്ലാം വിട്ടു പോകണ്ടേ, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം മമ്മീനോട് പറയുന്നുണ്ടായിരുന്നു. എനിക്കിങ്ങനെ എൻ്റെ അമ്മയെയും അതുപോലെ തന്നെ കൂടപ്പിറപ്പുകളെയും ഞാനിങ്ങനെ സ്വന്തം അച്ഛനാണെന്ന് ഇങ്ങനെ അച്ഛനായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു അച്ഛനെയൊക്കെ എനിക്ക് കൈവെള്ളയിൽ വെച്ച് തന്നു, ഇനി അവരെയൊക്കെ ഞാൻ വിട്ടു പോവുമല്ലേ, എനിക്ക് എന്തെങ്കിലും ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് അവരുടെ കൂടെ താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മി പറയുന്നുണ്ടായിരുന്നു, നീ ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടേണ്ടവളല്ല, നിന്റെ സേവനം ആവശ്യമുള്ള പലരും ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടുന്ന് പോവാന്നുള്ളത് അത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. നീ ഈ വീട്ടിലുള്ളവർക്ക് വഴി തെളിച്ചു കൊടുത്തു, ഇനിയിപ്പോൾ അവർ ആ വെളിച്ചത്തിൽ മുന്നോട്ട് പോയിക്കോളും, അതുപോലെ തന്നെ നീ അവർക്ക് കൊടുത്ത സ്നേഹം അവരെന്നും ഓർമ്മിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സമയത്തും അലീന പറയുന്നുണ്ട്, ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയും അകന്നു പോയത്, എന്നിട്ട് എനിക്ക് അവരെ ഒന്നിപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ കാരണമൊന്നല്ല, അവർ ഇനിയിപ്പോൾ നീ എല്ലാവർക്കും വഴി തെളിച്ചു കൊടുക്കേണ്ടത്, അവരുടെ തെറ്റ് അവരെന്നെ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്തണം എന്നൊക്കെ മമ്മി പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി കൂടേണ്ടവളല്ല, നിന്റെ സേവനം ആവശ്യമുള്ള പലരും ഇവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ അതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മമ്മി. അപ്പോഴാണ് അലീനയ്ക്കൊരു സമാധാനം ആവുന്നത് കേട്ടോ. അലീന പിന്നീട് മമ്മീനോട് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ മമ്മി എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയുമ്പോൾ ബ്രിജിത മമ്മീനെ പറയുന്നുണ്ടായിരുന്നു, നീ ഇതുവരെ ചെയ്തതെല്ലാം വളരെ ശരിയായിരുന്നു, അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അലീന മമ്മി ഇങ്ങനെ അലീനയോട് സംസാരിക്കുന്നതായിട്ടൊക്കെ അലീനയ്ക്ക് തോന്നിയല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ ആശ്വസിക്കുകയാണ് കേട്ടോ. മമ്മി ഇത് പറയുമ്പോഴെല്ലാം അലീനയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ആ ഷെൽഫിൽ നിന്ന് ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് അത് ചേർത്ത് പിടിച്ച് കുറച്ച് സമയം സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അലീന. പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. ബാലചന്ദ്രൻ വരും. ആദ്യം ബബിതയും കൃഷ്ണമോളും എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വന്ന ഉടനെ അലീന എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അലീന പുറത്തുനിന്നാണ് കേട്ടോ കയറി വരുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ വെളിയിലായിരുന്നോ എന്ന്. അപ്പോൾ രോഹിത് അവിടെ സിറ്റ് ഔട്ടിൽ ഫോൺ നോക്കി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവനെ വിളിക്കാൻ പോയതാണ് എന്ന് പറയും. അപ്പോൾ എന്നാൽ ഇരുന്ന് കഴിക്കി, നമുക്ക് പോകണ്ടേ എന്ന് പറയുമ്പോൾ അലീനയും കൈ കഴുകി വന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അലീന പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രനോട്, എന്നെ ഇന്ന് അടുക്കളയിൽ കയറ്റിയില്ല, എൻ്റെ ഇവിടുത്തെ സേവനം മതിയായി എന്ന് പറഞ്ഞു, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അലീന ബാലേന്ദ്രനോട് പറയും. ബാലചന്ദ്രൻ കളിയായിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് ബബിതയോട്, നീ ഇവളുടെ സാമ്രാജ്യം തട്ടിയെടുത്തോന്ന്. ഇന്നത്തോടുകൂടി അലീന ചേച്ചിയുടെ സേവനം ഇവിടെ മതിയായി, എല്ലാം ഇട്ടിട്ട് പോവില്ലേ എന്നൊക്കെ ഇങ്ങനെ ബബിത പറയൂ കേട്ടോ. പിന്നീട് അലീന പറയുന്നുണ്ട്, ഇതെല്ലാം കണ്ടാൽ തോന്നും എന്നെ ഇങ്ങനെ എനിക്ക് യാത്രയപ്പ് സൽക്കാരം നൽകുകയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ വേണമെങ്കിലും വിചാരിച്ചോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബബിതയാണ് അത് പറയുന്നത്. അപ്പോൾ അലീന അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ക്യാഷ് പ്രൈസും മൊമൻറ്റോയും കൂടെ ആയിക്കോട്ടെ എന്ന്, അതിന് നല്ല സേവനമായിരിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലേ അതൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ, അതെന്താടി എൻ്റെ സേവനം മോശമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ നല്ല സേവനമാണെന്ന് പറഞ്ഞാലല്ലേ ക്യാഷ് പ്രൈസും മൊമൻറ്റോയും ഒക്കെ തരിക. അമ്മ മൈനസ് മാർക്കാണ് ഇട്ടിരിക്കുന്നത്, അവിടെ പോയില്ലേ എന്ന് പറയട്ടോ. അപ്പോൾ അത് ശരിയാണെന്ന് ഇങ്ങനെ ബാലേന്ദ്രനും പറയുന്നുണ്ടായിരുന്നു. ബബിത അങ്ങനെ പറയുമ്പോൾ പിന്നീട് എന്തായാലും ഇവിടുന്ന് പോവുമല്ലേ, ഇനി എനിക്ക് വിളമ്പി തരാൻ പറ്റിയില്ലെങ്കിലോ, എനിക്ക് കുറേ വിളമ്പി തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന, അല്ല ബബിത. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീയും കൂടി ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണമോളും അവിടെ നോക്കിയിരിക്കുകയായിരുന്നു. കൃഷ്ണമോളോട് ഇരിക്കാൻ പറയൂ കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അന്ന് എന്നെ ആശ്വസിപ്പിച്ചത് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന കുഞ്ഞുമോൾ ചേച്ചിയായിരുന്നു, അത് ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ എല്ലാവരോടും കൂടി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അന്ന് നീയും കുഞ്ഞുമോളെ പോലെ വെറും ഒരു വേലക്കാരിയായിരുന്നു എന്ന്. അതെ, അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഞാൻ ഒരു വെറും വേലക്കാരിയായിരുന്നു, ഇന്ന് എനിക്കിപ്പോൾ എല്ലാവരും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് അത് കേൾക്കുന്ന സമയത്ത് ബബിതയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ബബിത പറയുന്നുണ്ട്, ഇത് കുറേ കേട്ടതാണ്, എല്ലാം അങ്ങനെ
ഇട്ടേച്ച് പോവാൻ നിൽക്കുകയാണ്. എന്നിട്ടാണ് വലിയ വർത്താനം പറയുന്നത് എന്നിങ്ങനെ പറയേ. അലീന പറയുന്നുണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ലാന്ന്. അപ്പോൾ ഈ സമയത്തെല്ലാം രോഹിത് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ അലീനേനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കൃഷ്ണമോളും അതെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. അത് കഴിഞ്ഞ് അലീന റൂമിലേക്ക് റെഡി ആവാൻ വേണ്ടി ചെന്നതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ബെഡിൽ ആഭരണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു വളയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് ഇട്ട് നോക്കിയിട്ട് അവിടെ തന്നെ ഊരി വെക്കും കേട്ടോ. അപ്പോഴാണ് മനു വിളിക്കുന്നത്. അപ്പോൾ മനു ഇങ്ങനെ അലീന പോയോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അലീനയുടെ തീരുമാനം എങ്ങാനും മാറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അത് അലീനയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്താന്ന് വിളിച്ചതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തീരുമാനം എങ്ങാനും പോകണ്ടെന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലോ ഇനി അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വിളിച്ചതാണെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പോകാൻ റെഡി ആവാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ മനുവേട്ടനും കൂടെ എന്നെ ഇങ്ങനെ പിറകോട്ട് വലിക്കല്ലേ, ഞാൻ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് തന്നെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഇവിടുന്ന് പോകണ്ടെന്നായിരിക്കും ചിന്തിക്കുക, ചില സമയത്ത് പോകണം എന്ന് ചിന്തിക്കും. അച്ഛനൊക്കെ പോകണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ മനുവേട്ടനും കൂടെ എന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കൽ, എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണേ, എനിക്ക് വേറെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ കൂടെ തന്നെ ഉണ്ട്, ഞാനിങ്ങനെ ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മനുവേട്ടനെ വിളിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങത്തുള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മനുവേട്ടനും കൂടെ ഞങ്ങളുടെ കൂടെ വരായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അങ്കിളിന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വരാതിരുന്നാന്ന് പറയുമ്പോൾ അച്ഛൻ വരണ്ടാന്ന് പറഞ്ഞു എന്ന് ചോദിക്കും അലീന. അങ്ങനെ പറഞ്ഞില്ല, അപ്പോൾ അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ പറയാതെ അറിയണമല്ലോ എന്ന് പറയും. എന്തായാലും ഞാൻ അവിടെ വന്ന് കണ്ടോളാം, എന്തായാലും വെച്ചോന്ന് അറിയുന്നുണ്ട് കേട്ടോ മനു. പിന്നീട് കൃഷ്ണമോളും ബബിത റൂമിലേക്ക് വന്നതാണ്. അലീന ചേച്ചി എന്തെടുക്കായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവായിരുന്നു എന്ന് പറയും. അപ്പോൾ ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് സാരി ഉടുക്കാനാണ്, പക്ഷേ എനിക്ക് സാരി ഉടുക്കാൻ വശമില്ല എന്ന് പറയും കേട്ടോ. ബബിത അപ്പോഴേക്കും അവിടെ ഇരുന്ന് സാരി എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല സാരിയാണല്ലോ, ഇതന്നെ ഉടുത്താൽ മതി അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്ന് പറയും. അപ്പോൾ സാരി ഉടുപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട്, നിനക്ക് സാരി ഉടുക്കാൻ അറിയുമോ എന്ന്. എനിക്ക് സ്വയം ഉടുക്കാൻ അറിയില്ല, മറ്റൊരാളെ ഉടുപ്പിക്കാൻ അറിയാമെന്ന് പറയും. അപ്പോൾ ഇന്ന് ചേച്ചീനെ ഞങ്ങൾ ഒരുക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ വേണ്ട, ഞാനിങ്ങനെ വന്ന പോലെ തന്നെ തിരിച്ചു പോയിക്കോളാം എന്നാണ് അലീന പറയുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വന്ന സമയത്ത് ഒരു അനാഥയായിരുന്നില്ലേ, ഇപ്പം അങ്ങനെയല്ലല്ലോ, എല്ലാവരും കൂടെ ഇല്ലേ, അതുകൊണ്ട് നല്ല സുന്ദരിയായിട്ട് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീനെ അവിടെ ഇങ്ങനെ മിററിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും കൂടെ. അതുപോലെ ഓർണമെൻറ്റ്സും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഈ സമയത്തെല്ലാം. അതുപോലെ തന്നെ ബബിതയ്ക്കും ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ബബിതയാണല്ലോ ഈ മേക്കപ്പ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ അലീനയുടെ കണ്ണ് നിറഞ്ഞു വരികയാണ് കേട്ടോ. അപ്പോൾ ബബിതയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് ബബിത നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യമൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അത് കാണുമ്പോൾ കൃഷ്ണമോൾക്കും അലീനയ്ക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അലീന ആദ്യം കരഞ്ഞുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. ബബിത അങ്ങ് പോയി കഴിയുമ്പോൾ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. രണ്ടുപേരും കരയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവരങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കരഞ്ഞുകൊണ്ട്. പിന്നീട് ബാലചന്ദ്രനും പോകാൻ റെഡി ആവുകയാണ്. ആ സമയത്താണ് ഗോവർദ്ധനെ ഒന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗോവർദ്ധൻ ഡ്രൈവിങ്ങിലായിരിക്കും. വിളിച്ചിട്ട് ഇങ്ങനെ കടയിലേക്ക് ഇറങ്ങിയോ അതോ വീട്ടിലാണോ എന്ന് ചോദിക്കും ബാലചന്ദ്രൻ. അപ്പോൾ ഞാൻ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാലേട്ടൻ ഇറങ്ങിയോ എന്നിങ്ങനെ ഗോവർദ്ധൻ തിരിച്ച് ചോദിക്കുമ്പോൾ ഞാനിന്ന് കടയിലേക്ക് വരില്ല, അത് പറയാനാണ് വിളിച്ചത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്താ ബാലേട്ട എവിടെയാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ ഇന്നല്ലേ അലീനേനെ കൊണ്ടുവിടേണ്ടത്, അപ്പോൾ അങ്ങനെ പോകാൻ റെഡി ഇട്ട് നിൽക്കുകയാണ്, ഉടനെ തന്നെ ഇറങ്ങും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ശരിയാണല്ലോ, ഇന്നാണല്ലോ ആനന്ദേട്ടൻ്റെ ഷിഫ്റ്റിങ്ങോ, അപ്പോൾ രണ്ടും കൂടെ എനിക്ക് കൺഫ്യൂഷനായി, അതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേട്ടൻ ഒറ്റയ്ക്കാണോ പോകുന്നത്, ഞാൻ കൂടെ വരണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീനേനെ കൊണ്ട് വിട്ടിട്ട് വരുമ്പോൾ ബാലേട്ടൻ അത്രയും ദൂരം അങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരണ്ടേ, അത് വേണമെന്ന് നോക്കിയേ, അപ്പോൾ ഞാൻ ഇന്ന് വരത്തില്ല, എവിടെയെങ്കിലും തങ്ങിയിട്ടേ വരുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയും കേട്ടോ. അപ്പോൾ ബാലേട്ടൻ അങ്ങനെ എവിടെയെങ്കിലും തങ്ങിയിട്ട് വന്നാൽ ഇവിടെ മക്കൾ ഒറ്റയ്ക്കാവില്ലേ എന്ന് ചോദിക്കും ഗോവർദ്ധൻ. അപ്പോൾ ഒറ്റയ്ക്കൊന്നും ആവില്ല, ഞാനിവിടെ നിന്ന് അലീനേനെയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമയം എങ്ങനെയെങ്കിലും വൈജയന്തി അറിഞ്ഞോളും, ഉടനെ തന്നെ ഇങ്ങോട്ട് വന്നോളും, അതുകൊണ്ട് ഇവിടെ ആരും ഒറ്റയ്ക്ക് ആവത്തില്ല എന്ന് പറയും. എനിക്കിന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നിങ്ങനെ പറയൂ കേട്ടോ ബാലേന്ദ്രൻ ഗോവർദ്ധനോട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെന്താ ബാലേട്ടാന്ന് ചോദിക്കും അപ്പോൾ ഗോവർദ്ധൻ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ശക്തിയാണ് ഞാൻ കൊണ്ടുവിടാൻ പോകുന്നത്, അതുപോലെ തന്നെ എൻ്റെ ഊന്നുവടിയാണ്, എൻ്റെ ജീവൻ രക്ഷിച്ച മനസ്സാണ് അവളുടേത്. അപ്പോൾ അവളെ കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ എനിക്കിങ്ങനെ ഒന്ന് റീചാർജ് ചെയ്ത് എൻ്റെ ശക്തിയൊക്കെ എനർജിയൊക്കെ തിരിച്ചെടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലേ കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമ മേനോൻ്റെ മകൾ വൈജയന്തി ആയിട്ട് യുദ്ധത്തിനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയേ. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബാലേട്ട,
ബാലേട്ടൻ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ഒരു സമയം വേണമെന്ന് ആഗ്രഹിച്ചല്ലോ. ബാലേട്ടൻ ശരിയുള്ളത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ ഗോവർദ്ധനം പറയുകയാണ് കേട്ടോ. പിന്നീട് ബാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഗോവർദ്ധനോട്, കടയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഗോവർദ്ധൻ പറയുകയാണ്, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം, ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും കേട്ടോ. പിന്നീട് താഴേക്ക് ഇറങ്ങി വരികയാണ് പോകാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ. അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ, എല്ലാവരെയും നോക്കിക്കോണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ഇന്ന് തിരിച്ചു വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയും കൃഷ്ണമോളും റൂമിൽ നിന്ന് ഇറങ്ങി വരികയെ. അലീന ഇറങ്ങി വരുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടും ഒക്കെ സങ്കടത്തോടു കൂടിയൊക്കെ അലീനേനെ ഇങ്ങനെ ഒന്നാകെ ഇങ്ങനെ നോക്കൂ കേട്ടോ. അലീന നല്ല സുന്ദരിയായിട്ട് സാരി കൊടുത്ത് ഒരുങ്ങി വന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ബാലേന്ദ്രനും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ആ സങ്കടത്തോടു കൂടി തന്നെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ സമയവും സന്ദർഭമൊക്കെ ഒന്നങ്ങ് മാറിപ്പോയിട്ടുണ്ട് എന്നങ്ങ് പറയേ. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് കേട്ടോ അത് പറയുന്നത്. അത് കേൾക്കുമ്പോഴേ കൃഷ്ണമോൾക്ക് സങ്കടമായിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് മാറും കേട്ടോ. അലീനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴും ബബിത ചെറിയൊരു കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അലീന പോകുന്നത് കാണാനുള്ള ആ ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നോട് ആരും യാത്ര പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരോടും സങ്കടത്തോടു കൂടിയാണെങ്കിലും യാത്രയൊക്കെ പറഞ്ഞ് അലീന ഇറങ്ങും. പോകുന്ന വഴിയിൽ കാറിൽ വെച്ചിട്ട് ബാലേന്ദ്രനോട് ഇങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ എല്ലാവരോടും എൻ്റെ മകളാണെന്ന് പറയുമ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ട് എന്നറിയോ എന്നൊക്കെ പറഞ്ഞ് അലീന കരയാണ്. ഇത് കേൾക്കുമ്പോഴേ ബാലേന്ദ്രനും കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനും കരയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്.